ശരിക്കും ഈ ഒരു നിമിഷം മനസ്സിന് അത്രത്തോളം സന്തോഷമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇന്ന് ഈ എപ്പിസോഡ് തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ രണ്ട് പേരാണ് എൻ്റെ മുമ്പിലുള്ളത്. ജോൺസൺ മാഷിൻ്റെ സഹോദരന്മാരാണ് ജോർജ് തട്ടിൽ, ചാക്കോ തട്ടിൽ. കഥ പറയും പാട്ടുകളിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. താങ്ക് യു. മാഷിൻ്റെ കൂടെയുള്ള ആ ഒരു ലൈഫ് എങ്ങനെയാണ് ഒന്ന് പറയാൻ പറ്റുക? വലിയേട്ടൻ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും മുതിർന്ന സഹോദരനാണ്. ഞങ്ങൾ 5 മക്കളാണ് മൊത്തം. അതിൽ വലിയേട്ടൻ ഏറ്റവും മൂത്ത സഹോദരൻ, പിന്നെ പോൾസൺ ഒരു ചേട്ടൻ, പിന്നെ മോളി ഒരു ചേച്ചി, പിന്നെ ചാക്കോ 4-മത്, പിന്നെ ഞാൻ 5-മത്. അപ്പം ഞാനും വലിയേട്ടനും തമ്മിലൊരു 14 വയസ്സിൻ്റെ ഗ്യാപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാനും ചാക്കോയും വലിയേട്ടൻ മക്കളെ പോലെ തന്നെയാണ്. പണ്ട് കാലത്ത് ബാച്ചിലറായിരിക്കുമ്പോൾ ഗാനമേള പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞ് വൈകി എത്തുമ്പോൾ അമ്മയോട് ചോദിക്കുന്ന കേട്ടിട്ടുണ്ട്, അമ്മയെ പിള്ളേരെ കുളിപ്പിച്ചോ? അങ്ങനെയുള്ളൊരു ബന്ധം. അതെ അതെ, അങ്ങനെയായിരുന്നു വലിയേട്ടന് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പം ഈ അദ്ദേഹം ഒരു നമുക്ക് ഒന്നും പറയാനില്ല, അത്രയും വലിയൊരു മ്യൂസീഷ്യൻ ലെജൻഡ് എന്നൊക്കെ നമ്മളെല്ലാവരും പറയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വത്തിലാണോ നിങ്ങളും സംഗീതത്തിലോട്ട് വന്നത്? ബേസിക്കലി ഞങ്ങളൊരു മ്യൂസിക് ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ പാരൻസിൻ്റെ ബന്ധുക്കളൊക്കെ അത്യാവശ്യം പാട്ട് പാടുന്ന ആൾക്കാരാണ്. അവരുടെ ഇതിൽ നിന്ന് എങ്ങനെയാണ് ചേട്ടൻ ഇത്രയും ഒരു ഇതിലേക്ക് വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ വീട്ടിലുള്ളവർ എല്ലാവരും, ഞാൻ മാത്രമേ ഇത് പ്രൊഫഷനാക്കി എടുത്തിട്ടുള്ളൂ. ഇയാൾക്ക് വേറെ ജോലിയാണ്, ബാക്കി സഹോദരങ്ങൾക്ക് വേറെ ജോലിയാണ്. പക്ഷേ ചേട്ടൻ തന്നെയാണ് ഒരു ഗുരുസ്ഥാനത്ത് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ, എനിക്കൊരു 12 വയസ്സുള്ളപ്പോഴേ മദ്രാസിലേക്ക് സ്ഥലം വിട്ടു. ഞാനൊരു 6-ാം ക്ലാസ്സിൽ നിന്ന് 7-ാം ക്ലാസ്സിലേക്ക് ജയിക്കുന്ന വെക്കേഷൻ ടൈമിൽ ദേവരാജ മാഷ കൂടെ അസിസ്റ്റൻ്റായിട്ട് മദ്രാസിലേക്ക് പോയി. പിന്നെ നമ്മൾ വരുന്ന സമയത്താണ് കാണുന്നത്. അതിൽ മുന്നുള്ള സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ചേട്ടനൊരു 12 വയസ്സിലൊക്കെ തന്നെ ഒരു സെമി പ്രൊഫഷണലായിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തിൽ തന്നെ ഒരുവിധം എല്ലാ ഇൻസ്ട്രുമെൻറ്റും, ഫ്ലൂട്ടിൽ തുടങ്ങി ഹാർമോണിയം, ഗിറ്റാർ, ബോങ്കോസ്, ഈവൻ ഡ്രംസ്, വയലിൻ, അക്കോർഡിയൻ, എല്ലാ ഇൻസ്ട്രുമെൻറ്റും മൾട്ടി ടാലൻറ്റഡ് ആയിട്ട് കാണിക്കുന്ന ഒരു പക്ഷേ അങ്ങനത്തെ ഒരാൾ തൃശ്ശൂരിൽ നിന്നല്ല കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നോക്കുമ്പോൾ ഒരു സ്കെയിൽ എടുത്താൽ അതിൽ 12 സ്വരല്ലേ നമ്മൾ. ഇതിൽ ഈ ശുദ്ധരിഷഭം എന്ന് പറയും, ചെറിയ ഡി മൈനറിന് ഈ ഫ്ലാറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ നോട്ട്സും വരുന്നു. ഇന്നത്തെ 11 സ്വരം അതിനകത്ത് വരുന്നു. പനി നീ ദാദാ പമ പമഗാരി സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും, സ്വപ്നം കാണാറുണ്ടോ? അല്ല, അതും സ്വന്തമായിട്ടാണ് എല്ലാം പഠിച്ചതെന്ന് കുറേയൊക്കെ ഓൾമോസ്റ്റ്. പക്ഷെ അതിൽ പിന്നീട് ലേറ്റർ പീരീഡിൽ അതിൻ്റെ നൊട്ടേഷനൊക്കെ പല സ്ഥലത്തു നിന്നും ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബേസിക്കലി ആളുടെ സ്റ്റാർട്ടിങ് ഒക്കെ ഇതാണ്. തുടക്കത്തിലൊരു ഗുരുസ്ഥാനത്ത് ഒരാളുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. BC ജോർജ് എന്ന് പറഞ്ഞ ഒരു ഫേമസ് ഫ്ലൂട്ടിസ്റ്റ്. ആൾ കുറേ കാലം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ആളെ ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഒരു 10 വയസ്സ് കഷ്ടിയുള്ള ചേട്ടനെ അപ്പൻ കൈ പിടിച്ച് ഈ BC ജോർജ് എൻ്റെ അടുത്ത് കൊണ്ടുപോയി പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്.